രാവിലെ തന്നെ ജനശതാബ്ദിയിൽ കയറി ഞാനും ഏട്ടനും കൂടി എറണാകുളത്തോട്ടാട്ടോ. ഏട്ടന് 2 ദിവസത്തെ മീറ്റിംഗ് ഉണ്ട്. ടിക്കറ്റ് വെയിറ്റിംഗ് ലിസ്റ്റ് ആയതുകൊണ്ട് ആ ഡോറിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് നേരം കാഴ്ചകളൊക്കെ കണ്ടു നിന്നു. അങ്ങനെ ടി ടി വന്നപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ള സീറ്റൊക്കെ അവർ അറേഞ്ച് ചെയ്ത് തന്നു കേട്ടോ. അങ്ങനെ ട്രെയിനൊക്കെ ഇറങ്ങി നേരെ ഞങ്ങൾ നടക്കുവാണ്. ഇത് സ്ഥിരം ഞങ്ങൾ വരാറുള്ള മുഗൾ റെസ്റ്റോറൻ്റ് ആട്ടോ. ഇവിടെ നിന്നാണ് ഞങ്ങൾ സ്ഥിരം ഫുഡ് കഴിക്കാറുള്ള വർഷങ്ങളായിട്ടുള്ള ശീലമാണ്. ഇവിടുത്തെ ഈ ദോശയും ഈ ഒരു ചുവന്ന ചമ്മന്തി ഉണ്ടല്ലോ, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇനി പോകുമ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. നേരെ അവിടെ നിന്ന് ഞങ്ങൾ ബസ് സ്റ്റോപ്പിലോട്ട് വന്നു. ഏട്ടനെ ഒന്ന് ബസ് കയറ്റി വിട്ടിട്ട് വേണം എനിക്കൊന്ന് സ്വതന്ത്രമായിട്ട് കറങ്ങി നടക്കാനായിട്ട്. എറണാകുളത്തോട്ട് വരുമ്പോൾ എൻ്റെ മനസ്സിൽ 100 കാര്യങ്ങളായിരിക്കും. എനിക്കിഷ്ടപ്പെട്ട ഫുഡൊക്കെ കഴിക്കണം. സാധാരണ ആൾക്കാർ നോൺ വെജ് എന്തെങ്കിലുമൊക്കെ കഴിക്കണം എന്നാണെങ്കിൽ ഞാൻ എല്ലാം ഓപ്പോസിറ്റ് ആട്ടോ. കൊച്ചിയിൽ ഒരുപാട് സാധനങ്ങൾ എനിക്കിഷ്ടമാണ്. ഇതെൻ്റെ അനിയത്തി എന്ന് പറയാം, ഫ്രണ്ട് എന്ന് പറയാം, എല്ലാം പറയാം കേട്ടോ. ഇത് പ്രദീപ് ചേട്ടനും പ്രദീപേട്ടൻ്റെ വൈഫും ഞങ്ങളിങ്ങനെ കറങ്ങാനിറങ്ങിയപ്പോൾ കണ്ടതാണ്. അങ്ങനെ ഞാനും മഞ്ജുവും കൂടി നേരെ വന്ന് ഫസ്റ്റ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഇത് കഴിച്ചു. അപ്പോൾ കൊച്ചിയിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും, ഓരോന്നോരോന്നായിട്ട്. അപ്പോൾ എല്ലാവരും എന്നെ ഫോളോ ചെയ്ത് കൂടെ കുടിക്കും, അടിച്ചു പൊളിക്കാം കേട്ടോ.